കേരളത്തിന്റെ അഭിമാന നേട്ടവുമായി പൊതുവിദ്യാഭ്യാസ മേഖല ചരിത്രത്തിൽ ആദ്യമായാണ് 9ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ കഴിയുന്നതിന് മുൻപ് 10ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. UDF സർക്കാരിന്റെ കാലത്ത് ആവശ്യത്തിന് പുസ്തകങ്ങൾ ലഭ്യമായില്ലെന്ന് മാത്രമല്ല, പാഠപുസ്തകത്തിന്റെ പകർപ്പായിരുന്നു വിദ്യാർത്ഥികൾ പഠിക്കാനായി ഉപയോഗിച്ചിരുന്നത്. ഈ ഘട്ടത്തിലാണ് LDF സർക്കാർ പരീക്ഷ കഴിയുന്നതിന് മുൻപ് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല കടുത്ത പ്രതിസന്ധികളിലൂടെയായിരുന്നു 2016 മുൻപ് കടന്നുപോയത്. വിദ്യാർത്ഥികൾക്കാവശ്യമായ പാഠപുസ്തകങ്ങൾ വർഷാവർഷം ലഭിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, പാഠപുസ്തകങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ നിരന്തരം സമരം ചെയ്യേണ്ടി വന്ന അവസ്ഥയും അക്കാലത്ത് ഉണ്ടായിരുന്നു. സമരം ചെയ്തിട്ടും വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകം ലഭ്യമാക്കാൻ UDF സർക്കാരിന് കഴിഞ്ഞില്ല. പാഠപുസ്തകത്തിന്റെ പകർപ്പുപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടി വന്നത്. ഈ ഘട്ടത്തിലാണ് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. പിന്നീടുണ്ടായ വിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തിന്റെ ഭാഗമായി പാഠപുസ്തകങ്ങൾ കൃത്യമായി ലഭ്യമാക്കാൻ തുടങ്ങി. ഇപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി 9ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ കഴിയുന്നതിന് മുൻപ് തന്നെ 10ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്ത് അഭിമാനകരമായ നേട്ടവും പൊതുവിദ്യാഭ്യാസ മേഖല കൈവരിച്ചു. പരിഷ്കരണത്തിന് മുൻപുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്ത ഇടത്താണ് പരിഷ്കരിച്ച പുസ്തകങ്ങൾ അതും പരീക്ഷ കഴിയും മുൻപേ സർക്കാർ വിതരണം ചെയ്തത്. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ വർഷം പരിഷ്കരിച്ച 1, 3, 5, 7, 9 ക്ലാസുകളിലെ 205 ടൈറ്റിലുകളിലായി 1.8 കോടി പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തീകരിച്ച് ഇതിനകം തന്നെ വിദ്യാലയങ്ങളിൽ എത്തിക്കഴിഞ്ഞു. സർക്കാരും ജനങ്ങളും കൈകോർത്തു നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായി കൂടുതൽ മികവിലേക്ക് കേരളത്തിന്റെ വിദ്യാലയങ്ങളും പൊതുവിദ്യാഭ്യാസവും വളരുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.